ഇന്ന് നമുക്ക് ഒരു കണ്ണൂർ കോക്ടെയിൽ റെസിപ്പി നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടത് പപ്പായയാണ്. പപ്പായ ക്യൂബ്സായി അരിഞ്ഞത് നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായത് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ആ ക്യാരറ്റും ക്യൂബ്സായിട്ട് അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനു മുമ്പേ മധുരത്തിനായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് മിക്സിയിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ ഗ്രൈൻഡ് ചെയ്യാം. ഇനി വേണ്ടത് കട്ടപ്പാലാണ്. പാല് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് മിക്സിൻ്റെ കൂടെ അടിച്ചെടുക്കാം. അതും ഇപ്പോൾ നന്നായിട്ട് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ഓപ്ഷനിലാണ്. അന്നേരം ഐസ്ക്രീം ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനതിൻ്റെ ഹാഫ് എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് 2 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്തു. ഇനി നമുക്കതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് അനാറ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അരച്ച് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് അനാറ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂസ് കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് നുറുക്കിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ആഡ് ചെയ്താൽ അതിന് വേറൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലേക്സാണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലേക്സും ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മുടെ ആവശ്യത്തിന് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ചൂട് കാലത്ത് ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.